ആ ഒരു ചോദ്യമല്ലേ ആദ്യം ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരക്കിലാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ആ തരത്തിലുള്ള ചെറിയ ടിപ്പാണ്. പക്ഷെ ആ ടിപ്പിൽ നിന്ന് നമുക്ക് നമ്മളുടെ വാല്യൂ നമ്മുടെ വാല്യൂ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതാണ് ആ മെക്കാനിക്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, അതായത് നമ്മളിപ്പോ ഒരു മരണം അറിയിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞാല് എല്ലാ സുഖവിവരങ്ങളും ചോദിച്ചതിന് ശേഷമല്ലല്ലോ മരണം അറിയിക്കുക. ആ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളെ വിഷയത്തിലേക്ക് വരുന്നു, കാര്യം പറയണം, ക്ലോസ് ചെയ്യണം, കട്ട് ചെയ്യണം. അല്ലെ, ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഈ പോയിന്റുകൾ ഞാൻ എന്തിനത് ഇങ്ങനെ എടുത്തതാണ്, ചിലപ്പോ ഈ പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോ ഒരു പക്ഷെ അത് എടുത്ത് പറയാം. അത്രയും ആ ഒരു ഉണ്ടായിട്ടുണ്ടായില്ലെങ്കിൽ അത് അറിയാൻ വേണ്ടി അതിന് വേണ്ടിട്ട് ഒന്നും കൂടെ പറഞ്ഞത് മാത്രം. എനിവേ, വേറെ എന്താ ഇതിനെ കുറിച്ച് സംസാരിക്കാം? പിന്നെ അതില് സാറ് പറഞ്ഞതില് നമ്മൾ സാഹചര്യം നോക്കിയിട്ട് പ്ലാൻ ആദ്യം പറയണോ, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണോ, നമുക്ക് സാർ അത് നോക്കിയിട്ട് നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഞാനിപ്പോ പ്ലാനൊന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല. നമ്മളെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് മാത്രമാണ് നേരിട്ട് കാണുന്നവരോടടുത്തൊന്ന് ചോദിക്കാറുള്ളൂ. അത് ചിലരൊക്കെ ഓക്കെ പറയും, ചിലപ്പോ അത് കേട്ടിട്ടും അവർ വേണ്ടെന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും സാറ് പറഞ്ഞത് ഇനിയിപ്പോ നമ്മുടെ CEP അറ്റൻഡ് ചെയ്ത് വരുമ്പോ കുറച്ചും കൂടെ കൂടുതൽ എനിക്കിനി പഠിക്കാൻ പറ്റുമല്ലോ. സാറ് പറഞ്ഞത് വെച്ച് ആ ഒരു ഇത് ഓർമ്മയിൽ നിന്നുകൊണ്ട് CEP അറ്റൻഡ് ചെയ്യുമ്പോ കുറച്ചും കൂടെ കൂടുതൽ എനിക്കിനി പഠിക്കാനും പറ്റുന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നത് ഞാൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും നമുക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, കുറെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിന് ലാസ്റ്റ് നമുക്ക് ഭരതേട്ടന്റെ സെഷനിൽ, ക്ലോസിംഗ് സെഷനിൽ ഒരുപാട് നമുക്ക് എന്താ പറയാ തീരുമാനം ഉറപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പോയിന്റുകൾ നമുക്ക് കിട്ടി. അതിൽ ലാസ്റ്റ് കുറച്ചു പേർക്ക് ഭരതേട്ടൻ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അത് നമ്മളുടെ കൊരട്ടിയിൽ നടത്തുന്ന പ്രോഗ്രാമിന്റെ അല്ലേ? എന്താ പ്രോഗ്രാം? പ്രോഗ്രാമിന്റെ പേര് ഡെവലപ്മെന്റ് സെമിനാർ. ഓക്കെ. അപ്പൊ ആ ഒരു പ്രോഗ്രാം ഞാൻ തുടക്കത്തില് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. വിനി ടീം നമുക്ക് തരുന്നതായിട്ടുള്ള പ്രോഗ്രാംസ്, ഇപ്പൊ വിനി ടീമിന്റെ വളരെ ബെഞ്ച് മാർക്ക് പ്രോഗ്രാമാണ് EDS എന്ന് പറയുന്നത്. അത് തന്നെ EDS എന്ന് പറഞ്ഞാൽ എന്റർപ്രണർ ഡെവലപ്മെന്റ് സെമിനാർ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് ഒരു കീനോട്ട് സ്പീക്കർ ഉണ്ടായിരുന്നു. ആ ഒരു ഇത്തവണത്തെ ഈ പ്രോഗ്രാമിൽ സ്പീക്കറായിട്ട് വരുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗവൺമെന്റ് എംപ്ലോയി, അതായത് ഒരു ട്രാഫിക് പോലീസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചാലഞ്ച് ഓവർകം ചെയ്തിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് ഇന്നിപ്പോ 5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം മേടിക്കുന്ന UCD ലെവലിൽ എത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസിനെ കുറിച്ച് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാനും കുറച്ച് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ ഒരു പ്രോഗ്രാമിന് ഇപ്പൊ ആൻഡ്രോമാഷ അടക്കം ടിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂടി വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ ആയിട്ട് എന്തായാലും ഞാൻ പങ്കെടുക്കും എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? എന്താണ് സമയമൊക്കെ ചോദിച്ചപ്പോ കുഴപ്പമില്ലാത്ത സമയമാണ്. കാരണം എനിക്ക് വീട്ടില് അമ്മ ഉള്ളവരെ രാത്രിയിലത്തെ പരിപാടികളൊന്നും അധികം പറ്റില്ല. ഓക്കെ. അപ്പൊ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അപ്പൊ അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ മാത്രം പങ്കെടുക്കാനാണോ അത് എന്റെ കൂടെ കുറച്ച് പേര് ഉണ്ടാവണമെന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? എങ്ങനെയാ അതിന്റെ? കുറച്ച് പേരെ കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ അവരോടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ പറയണ്ട, നിങ്ങള് കുറച്ചുപേരെ കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ചു പേര് എന്ന് പറയുന്നത് ഒരാൾ വന്നാലും 2 ആൾ വന്നാലും കുറച്ചുപേര് തന്നെയാണ്. നിങ്ങളുടെ കൂടെ ഒരാളെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൂടുതൽ ആൾക്കാരുണ്ടായാൽ അത്രയും നിങ്ങൾക്ക് എളുപ്പമുണ്ട് കാര്യങ്ങള്. കാരണം അവർക്കും ആ ഒരു ആ ഒരു സെഷൻ കിട്ടുമല്ലോ. അപ്പൊ അത് അവർക്ക് കുറച്ചും കൂടി അവർക്കും മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ആ
തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്തായാലും റിനി മാഡം, ഈ റിനി മാഡത്തിന് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഈ ഒരു ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ ഉണ്ട്. ആൻഡു മാഷ് എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, റിനി മാഡം സീരിയസ് ആയിട്ട് തീരുമാനം എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ മാസം എന്തായാലും ആ ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റിലേക്ക് റിനി മാഡം എത്തുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് റിനി മാഡത്തിന് ഇന്നത്തെ ചാൻസ് കൊടുക്കണം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അത് ശരിയാണോ? ഞാനങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് എനിക്ക് ഈ മാസം എത്തണം. പക്ഷെ ഞാൻ വിചാരിച്ചോടത്തേക്ക് അങ്ങനെ എത്തണില്ല. അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് തീരുമാനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. തീരുമാനം ഞാൻ മാഷിനോട് പറഞ്ഞതാണ്. അത് ശരിയാണ് മാഷ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇനി പക്ഷേ പറയണ്ട, പക്ഷേയൊക്കെ മാഷെടുത്ത് പറഞ്ഞാൽ മതി. ഇവിടെ പറയണ്ട. ഇപ്പൊ ഞങ്ങളത് ഇത്രയും ആൾക്കാർ 100-100ഓളം പേര് ഇപ്പൊ റിനി മാഡത്തിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരുടെ മുമ്പിലാണ് റിനി മാഡത്തിന്റെ താല്പര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ മാസം തന്നെ ഫസ്റ്റ് ലെവൽ അച്ചീവ്മെന്റ് എടുക്കാനായിട്ടുള്ള തീരുമാനം ഉണ്ട്. ആ തീരുമാനം നടപ്പാക്കുന്നതിന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം. പിന്നെ മാഷ് ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ, പിന്നെ എന്താ പേടിക്കാനുള്ളത്? അപ്പൊ എന്തായാലും ആ ഒരു തീരുമാനം നമുക്ക് നടപ്പാക്കണം. അടുത്ത മാസം ഇതുപോലെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ബ്രോൺസ് ഡയറക്ടർ ആയിട്ട് ഈ ഒരു വേദിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്. ഓക്കെ.